ഇനിയാണ് അടുത്ത തലം. അതിൽ എൻ വാസുവിനെ മുൻ ദേവസ്വം കമ്മീഷണർ എന്നുള്ള തിരുവാഭരണ ദേവസ്വം കമ്മീഷണറായിട്ടും വരും, ഒപ്പം ദേവസ്വം പ്രസിഡൻ്റായിട്ടും വരും. ഏത് തസ്തികയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് പ്രസക്തിയില്ല, വ്യക്തികൾക്കാണ് പ്രസക്തി. അപ്പോൾ ശ്രീ കെ എസ് ബൈജുവിൻ്റെ മൊഴിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറാനും കൊടുത്തുവിടാനുമൊക്കെ അനുവാദം കൊടുത്തതും സ്മാർട്ട് ക്രിയേഷനിൽ തന്നെ കൊണ്ടുപോകാനുമായിട്ടൊക്കെ ഉത്തരവിട്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരമാണെന്നുള്ളതാണ് മൊഴിയായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അത് ഈ മൊഴി പറഞ്ഞതിനോടൊപ്പം അതിന് തെളിവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷം അറസ്റ്റ് ഉണ്ടാകും. ഇപ്പം സുധീഷ് കുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ഇങ്ങനെ മൊഴികൾ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ അറസ്റ്റും ഉണ്ടായി. കാരണം ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ ഇനി മുൻകൂർ അനുവാദമൊന്നും വേണ്ട. അഡ്വാൻസ് ആയിട്ട് എത്ര ഉന്നതനായാലും എത്ര സ്വാധീനമുള്ള ആളായാലും